Hi guys, welcome to our new vlog. അപ്പോൾ നമ്മുടെ ഒരു റെഗുലർ സീരീസ് ആയ ഹൗ എക്സ്പെൻസീവ് ഇസ് എ കൺട്രി ഇന്ന് നമ്മൾ റഷ്യ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യുക്രൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെന്താ നമ്മൾ ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ കണ്ടത് സൂപ്പർ മാർക്കറ്റ് വിസിറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ യുക്രൈനിലെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ വന്ന് ഓരോ ഐറ്റത്തിൻ്റെ പ്രൈസസ് മാക്സിമം കോമൺ ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ പ്രൈസസ് പറയുന്നതായിരിക്കും. എന്തായാലും സൂപ്പർ മാർക്കറ്റ് അടിപൊളി അല്ലേ ഡാഡി? ഹെവി സൂപ്പർ മാർക്കറ്റ്. ഇവിടെ സെറ്റിൽ ആയത് ഒന്നുണ്ടോ? അതെ, റേറ്റ് എങ്ങനെയുണ്ട്? ജസ്റ്റ് റേറ്റ് ഡാഡിക്ക് അറിയുള്ളൂ. നമുക്കൊരു കാര്യം അബ്സല്യൂട്ട് നോക്കാം. അത് നാട്ടിൽ കിട്ടുമോ? അബ്സല്യൂട്ട് നാട്ടിൽ കിട്ടും. ഓക്കെ, ഇത് അബ്സല്യൂട്ട് 1 ലിറ്റർ. ഓക്കെ, താഴെ ഇത് 375 ഉള്ളൂ. അല്ലല്ലോ 750. 750 ഇല്ല. 750 ഇല്ല. നാട്ടില് കണ്ടിട്ടുണ്ടല്ലോ. 750 കിട്ടില്ല. ഭയങ്കര ലാഭമാണ്. 750 ഒന്നും കിട്ടും. നല്ല കുപ്പിയില്ലേ ബ്ലാക്ക്? എനിക്ക് കുപ്പികൾ കണ്ടിട്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഈ കുപ്പികളൊക്കെ കണ്ടിട്ട് ഭയങ്കര രസം തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എന്തോ ടൈപ്പാണ്, ലിക്കറൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ 489 എന്ന് പറയുമ്പോൾ ഏകദേശം 1400 1300. അപ്പൊ ഈ സെക്ഷൻ നമുക്ക് അധികം കാണിക്കണ്ട, നമുക്ക് താല്പര്യമില്ലാത്ത. അതെ, ഡാഡിക്ക് പോകണ്ട. 1500 കിട്ടില്ല. നാട്ടിൽ എത്ര റെഡി? നാട്ടിൽ ഏകദേശം 1800 2000 വരും. അല്ല, പക്ഷെ അത് ഈ ഒരു ഇതൊക്കെ സ്പെഷ്യൽ എഡീഷൻ ഒക്കെയാണ്, സാധാരണതും അല്ല. ഇത് 1.5 ലിറ്റർ ആണ്. 1.5 ലിറ്റർ. അവിടെ 1 ലിറ്ററിന് 1600 1700. അപ്പൊ ഈ സെക്ഷൻ അടിപൊളി അല്ലേ? അടിപൊളി എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കളക്ഷൻ. ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ? ഒരു മാസം ഓരോ ദിവസം ഓരോ ബ്രാൻഡ് ട്രൈ അതൊന്ന് കാണിച്ചു കൊടുക്ക്. കുപ്പിയുടെ സൈസ് ഡാഡി അങ്ങനത്തെ ഒരെണ്ണം വാങ്ങണ. ഓ മൈ ഗോഡ് ഡാഡി, എന്തിനാത്? കുളിക്കാം. അല്ല, ഇത് വാങ്ങാം. 7000 എന്ന് പറയുമ്പോ ഇത് 21,000 വാങ്ങിക്കൊണ്ട് ഇതില് ലിറ്റർ എഴുതിയിട്ടില്ല. കുപ്പി കാണൂലോ? കുപ്പിയില് അറിയില്ല, ഏകദേശം വല്ല 3 ലിറ്ററോ 5 ലിറ്ററോ അല്ലേ ആയിരിക്കും. 4.5 ലിറ്റർ. 4.5 ലിറ്റർ. There are bottles for 5 lakhs and 10 lakhs. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ശിവാശ്രീകള് അത് ഭയങ്കര പോപ്പുലർ ആണല്ലോ. ഇത്രയും വലിയ ശിവാശ്രീകളിന് ഏകദേശം ഒരു 18,000. There are bottles for 5 lakhs and all, no? അതെ, പക്ഷെ ഇത്രയും വലിയ ബോട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ 5 lakhന്റെ ബോട്ടിൽ it will be small, right? ഒരു ഐഡിയ ഇല്ല. അതൊക്കെ എന്തോ മറ്റേ ഭയങ്കര ലിമിറ്റഡ് എഡീഷൻ ജാപ്പനീസ് വിസ്കി ഒക്കെയാന്ന് തോന്നുന്നു. ബാ, ഈ സൈഡ് മതി, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, ഡാഡിക്ക് വരാൻ തോന്നില്ല അല്ലേ? ഡാഡിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കൊടുക്കണം. ഇത് മതിയോ ഡാഡി? അതെ, നാട്ടിൽ കിട്ടണല്ലോ. ഇല്ല ഡാഡി, ഇങ്ങനത്തെ ജ്യൂസ് ഇങ്ങനെയുള്ള ജ്യൂസൊന്നും നാട്ടിലില്ല. ആപ്പിൾ ജ്യൂസ്, ഇത് ആപ്പിൾ, അതൊക്കെ നാട്ടിലും കിട്ടും. പക്ഷെ ഇത് അല്ല, പക്ഷെ ഇതിനൊക്കെ 70 രൂപയേ ഉള്ളൂ. നാട്ടിൽ എനിക്കൊന്ന് ട്രോപ്പിക്കലൊക്കെ 120 140 180 ഒക്കെ വരും. ടൊമാറ്റോ ജ്യൂസിന് ഏകദേശം ഒരു 74 റുപ്പീസ് 1 ലിറ്റർ. ഇത് 1/2 ലിറ്ററിന്റെ ആണെന്ന് തോന്നുന്നു. അല്ല, ഇത് ചെറുത്. ബനാന ജ്യൂസ്, ബനാന ആൻഡ് ആപ്പിൾ 70 റുപ്പീസ്. അപ്പൊ അതിന് ഭയങ്കര ചീപ്പാണ്. ഇത് ടൊമാറ്റോ, ഇതിനൊരു 85-90 റുപ്പീസ്. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സ് ചീപ്പറാണ്. അത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസസ്, അതും കുറേ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? പോമഗ്രാനറ്റും. അതെ, നമുക്ക് എടുക്കണ്ടേ കുറച്ച് സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി. അത് ഇപ്പൊ തന്നെ എടുത്തെടുത്ത് പോയാലോ? അപ്പൊ നമുക്ക് ജ്യൂസ് എടുക്കാം. ആദ്യം ട്രോളി എടുക്കാം. പൾപ്പാന്ന് തോന്നുന്നു. അല്ല, പൾപ്പല്ല പ്രിയ, ജ്യൂസ് തന്നെയാ. ക്യാരറ്റ് ജ്യൂസ് ഒക്കെ 3 ലിറ്ററിന് ഏകദേശം 200 രൂപ. കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് ഇവിടെ ഇരുന്ന് മാക്സിമം അടിച്ച് കയറ്റാം, അതേ നടക്കുള്ളൂ. ഇതങ്ങനത്തെ കുപ്പികളൊക്കെ നല്ലതാ. അതെ, കൊക്കക്കോള ഇവിടെ റേറ്റ് കൂടുതലാണ്. ഞാൻ നോക്കി, എനിക്കൊന്ന് ഈ അമേരിക്കൻ സാധനത്തിനൊക്കെ ഇവിടെ അല്ല റേറ്റ് കൂടുതലല്ലോ. ഇത് 1.5 ലിറ്റേഴ്സ്, ഇതിന് ഏകദേശം 60 രൂപയുള്ളൂ. അപ്പോൾ എനിക്കിഷ്ടമാണ് കൊക്കക്കോള 0, അത് ഒരെണ്ണം എടുക്കാം. എവിടെ നമ്മുടെ വണ്ടി? പിന്നെ ഇതിന് പക്ഷേ റേറ്റ് കൂടുതലാണ് എന്ന് തോന്നുന്നു. ഞാൻ നാട്ടിൽ കഴിക്കാറില്ല ലേസ്. ഇത് ലേസാണ്. ലേസിന് ഏകദേശം ഈ ഒരു വലിയ പാക്കറ്റിന് 27 എന്ന് പറയുമ്പോൾ ഏകദേശം 40 ഒരു 60-65 റുപ്പീസ് ലേസിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലാണ്. പക്ഷെ നാട്ടിലെ ലേസിൽ ഫുൾ കാറ്റാണ്, പാക്കറ്റിൻ്റെ അകത്ത് ഫുൾ കാറ്റാണ്, വേറെ ഒന്നുമില്ല. അപ്പം 5 ചിപ്സും കാണും, വലിയ പാക്കറ്റും ആയിരിക്കും. ഇവിടെ കാറ്റില്ല, കണ്ടാ, അധികം കാറ്റില്ല, ഫുള്ളാ. ആ ഒരു വ്യത്യാസമുണ്ട്.
അപ്പൊ അതിന് കാശ് കൊടുത്താലും കുഴപ്പമില്ല, സാധനം ജെന്യൂൻ ആയിട്ട് കിട്ടുമല്ലോ. പിന്നെ ബിയറിന്റെ റേറ്റ് നോക്കണോ? വളരെ കുറവാ, 60 രൂപയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന് അടുത്ത സെക്ഷനിലേക്ക് ആ അത്രയൊക്കെ ഉള്ളൂ. അതല്ല നമ്മളിവിടെ വെള്ളം കുടിക്കുന്നതിന് എല്ലാരും ബിയർ കുടിച്ച് കിടക്കുന്നത്. വെള്ളം വാങ്ങാം ബാ. ഓ ഇതൊക്കെ ഭയങ്കര ചീപ്പാണ് ഡാഡി. ഇതൊക്കെ ഞാൻ നാട്ടിൽ വാങ്ങാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ നല്ല ഉഗ്രം പാസ്ത, എക്സലന്റ് ക്വാളിറ്റി ഇമ്പോർട്ടഡ് പാസ്തയ്ക്കൊക്കെ ഇതിന് 1/2 കിലോയ്ക്ക് 90 രൂപ ഇല്ല, 80 റുപ്പീസേ ഉള്ളൂ. സ്പെഗറ്റിക്കൊക്കെ 1/2 കിലോയ്ക്ക് അറൗണ്ട് 160-170 റുപ്പീസ്. അത് കുക്ക് ചെയ്യണം. ഇതിനൊരു 140 റുപ്പീസ്. അപ്പോൾ പാസ്തയ്ക്കൊക്കെ വില കുറവാണ്. അത് ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. ഇറ്റലിയിൽ നിന്നൊക്കെയാണ് പാസ്താസ് വരുന്നത്. സോ പാസ്ത സെക്ഷൻ ഇസ് ഓൾസോ അടിപൊളി. എത്ര വെറൈറ്റീസ് ഓഫ് പാസ്ത നമുക്ക്. കളർ വേണമെങ്കിൽ കളർ ഇല്ലാത്ത വേണമെങ്കിൽ കളർ ഇല്ലാത്തത്, കിഡ്സിന് ഇഷ്ടമുള്ള ഷേപ്പ് വേണമെങ്കിൽ കിഡ്സിന് ഇഷ്ടമുള്ളത്. അതിനൊക്കെ 80 റുപ്പീസൊക്കെ ഉള്ളൂ 1/2 കിലോ. സംഭവം പെന്നെ തന്നെ കളേഴ്സ് ആയിട്ട് വെറുതെ ഇടുന്നതാ. ജസ്റ്റ് സോ ദാറ്റ് പ്ലേറ്റിംഗ് ക്യാൻ ബി ഇൻട്രസ്റ്റിംഗ്. ചിപ്സ് കിട്ടൂല, ബെസ്റ്റ്. അതിന് ബിസിനസ് തുടങ്ങാം. അതെ, ഞാൻ അവിടെയും കണ്ടില്ല ചിപ്സ്. അതൊന്നും കിട്ടില്ല, ലേസ് ഒക്കെ ഉള്ളു ഇവിടെ. പാല് എല്ലാവർക്കും. ഇതെന്താ സെക്ഷൻ? ഓട്സും ഗ്രാനുലർ. അതില്ല, പറ്റില്ല. ഇത് ഓട്സും ഗ്രാനുലർ പാസ്തയൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടാ അറിയാം. റോൾഡ് ഓട്സ് പ്രിയ. അയ്യോ, നമുക്ക് നാട്ടിൽ പോകുമ്പോ വാങ്ങിച്ചോണ്ട് പോയാ. പിന്നെ ഇനി റോൾഡ് ഓട്സ് വാങ്ങിയിട്ടുണ്ടോ? നാട്ടിൽ കിട്ടാൻ പാടാ. ഇല്ല, ബോംബെയിലൊക്കെ കിട്ടും. ഇതിനൊക്കെ ഏകദേശം ഒരു 150 ഫോർ 450 ഗ്രാംസ് ഓട്സിൻ്റെ. ഇതിനൊക്കെ റോൾഡ് ഓട്സ്. പിന്നെ ഇതെന്താ 1.5 കിലോൻ്റെ പോറേജ് എന്ന് പറഞ്ഞാലും ഓട്സ് അല്ലെങ്കിൽ ഇത് കോണാന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് അറൗണ്ട് 440 റുപ്പീസ് ഒരു 1.5 കിലോയ്ക്ക്. പിന്നെന്താ ഓട്സ് സീരിയൽസ്, അതൊക്കെ ചീപ്പാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ് കഴിക്കണമെങ്കിൽ 120 രൂപ ഇങ്ങനത്തെ ഒരു ചോക്കോസിൻ്റെ ബോക്സ് ഒക്കെ. പിന്നെ പ്രിയയുടെ ഫേവറേറ്റ് ജെല്ലി 30 രൂപ. ഫ്രഷ് ഫ്രൂട്ട്സ് ഉള്ള ജെല്ലി. ഷുഗർ ഇതിലായിരിക്കും ഇട്ടിരിക്കുന്നത്. ഷുഗറാ അല്ല, ജെല്ലി അത്. ഷുഗർ എടുക്കണോ? റൂമിൽ പോയി കഴിക്കാം രാത്രി ഇടയ്ക്ക് വല്ല വിഷമല്ലേ ഉള്ളൂ. നമ്മുടെ വണ്ടി അപ്പുറത്തെങ്ങാണ്ടിരിക്കും. ഓ എന്തിനാ അത്ര? ഇതിന് 7 രൂപ ഇവിടുത്തെ. സോ 20 രൂപ. ഇതോ ഇന്ന് പക്ഷെ ഫ്രൂട്ട് ഇല്ല കേട്ടാ. ജെല്ലി തന്നെയാ. ജെല്ലിക്ക് മധുരം കുറവായിരിക്കും. ഓ ഇന്ന് ആശ്വസിക്കാം. ഇത് ഡാഡി കഴിച്ചിട്ടില്ല. ഇത് എനിക്ക് ഭയങ്കര തൈര് വെച്ചുള്ള ചോക്ലേറ്റ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പുതിയ അഡിക്ഷനാ ഡാഡി. ഇതേ ഞാൻ എപ്പോഴെങ്കിലും റൂമിൽ പോയിട്ട് തരാം. തൈര് വെച്ചുണ്ടാക്കിയ ചോക്ലേറ്റാ. എനിക്ക് ഇവിടെ റഷ്യ വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ച സാധനമാണ്. റൂമിൽ പോയി കഴിക്കാം. എന്തിന്? ബ്രെഡിന്റെ കൂടെ ഒന്നും പൊയ്ക്കാൻ പറയാ. അതിനുള്ള സമയമൊന്നുമില്ല. എന്തൊക്കെ കഴിക്കും? ഹാം വേണം, ചീസ് വേണം, സോസേജ് വേണം, ജ്യൂസ് വേണം, ജെല്ലി വേണം, ഇനി എൻ്റെ കൂടെ ന്യൂട്ടെല്ലാം വേണം. ഇത് നോക്ക്, പീച്ചിന്റെ ഒക്കെ പുഡിംഗ് പ്രിയ. പീച്ചിന്റെ ഒക്കെ മറ്റേ യോഗേർട്ട് വേണോ? ഇതെല്ലാം വേണം തീർത്തില്ലെങ്കിലാണ്. എന്നാ സ്ട്രോബെറി എടുക്ക്. അതിനെത്രയാ? ഏകദേശം 70 രൂപ കിട്ടോ? എനിക്ക് ചോക്ലേറ്റ് പുഡിംഗ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ ചോക്ലേറ്റ് പുഡിംഗ് തപ്പി നടക്കുക. നോക്കട്ടെ, എന്തെങ്കിലും കാണും ചോക്ലേറ്റിന്റെ. ഡാഡിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടോ ഡാഡി? മധുരമാണ്. ജെല്ലി ഫുൾ ഷുഗർ വെച്ച് ഉണ്ടാക്കുന്ന പറയാ. വേറെ ഒന്നുമില്ല എന്റെ ഇൻഗ്രീഡിയന്റ്. ഷുഗറും കളറും മറ്റേ ജെലാറ്റിനും മാത്രമേ ഉള്ളൂ. പാല് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാന്ന് തോന്നുന്നു. ഇത് എത്ര? 2 ലിറ്റർ ആണ്, 180 റുപ്പീസ്. ഭയങ്കര കട്ടിയാ, ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ പാല്. ഇത് 27 രൂപ. സോ അറൗണ്ട് 75 റുപ്പീസ്. പാലൊരെണ്ണം എടുക്കാം. ഇതൊന്നു വേണ്ടേ? പിന്നെ വന്ന് എടുക്കാമല്ലോ. ഇത് എക്സ്പയറി അധികം കാണില്ല, 2 ദിവസമേ കാണുള്ളൂ. പാലൊരെണ്ണം എടുക്കാം. പിന്നെ ഇപ്പോൾ പാലിൻ്റെ റേറ്റ് അറിയാമല്ലോ ഏകദേശം. ഇപ്പോൾ കണ്ടല്ലോ. പക്ഷെ ഒരുപാട് ടൈപ്പ് മിൽക്സ് ഉണ്ട്. ഓർഗാനിക് മിൽക്കൊക്കെ ഉണ്ട് ഇവിടെ. ഈ സൈഡിലൊക്കെ കേർഡാണ്. ഇനി തൈര് വേണമെങ്കിൽ ഇങ്ങനത്തെ ചെറിയ 1/2 ലിറ്ററിൻ്റെതിനൊക്കെ ഒരു 90-95 റുപ്പീസ് ആയിരിക്കും. അത് തന്നെ 75 ഉണ്ട്. പല റേറ്റ്സും ഉണ്ട്. തൈരും ഓക്കെ, പാലും ഓക്കെ. ചീസ് എടുത്തില്ലല്ലോ.
നമുക്ക് ചീസ് വേണ്ട ബ്രേക്ക്ഫാസ്റ്റിന്, ഇവിടെ എവിടെയെങ്കിലും കാണും. ചീസ് ഇത് മറ്റേ ഓർഗാനിക് ചീസ് പോലത്തെ എന്തോ ആണ്, അതിന് ഏകദേശം 150 റുപ്പീസാണ്. ചീസ് എടുത്തു. ഇനി നമുക്ക് കുറച്ച് ഹാം എന്തെങ്കിലും എടുക്കണം. ഹാമിൻ്റെ ഒക്കെ ഇരിക്കുന്ന നോക്ക്, ഇവിടെ നോക്ക് പറയാ, ഫ്രഷ് ഹാംസിന്റെ വെറൈറ്റി നോക്കിക്ക്. മീറ്റ് ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ, ഇത് നോക്കണേ മീറ്റ്സ്, ഡിഫറെന്റ് കട്ട്സ് ഓഫ് പ്രിസർവ് മീറ്റ്സ് ആണ്. എനിക്ക് ഒന്നും അറിയില്ല പ്രിയ, ഒന്നും വായിക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയൊന്നും എക്സ്പേർട്ട് അല്ല ഈ പ്രിസർവ്ഡ് മീറ്റിന്റെ ഒക്കെ. കാണുന്ന എത്ര ദൂരമാണെങ്കിലും ഇത്രയും. യു ഹാവ് ടു റിമെമ്പർ യുക്രൈൻ ഇസ് വൺ ഓഫ് ദ പൂറസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ്. എന്നിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങള്. ബാ, അപ്പോൾ ബേക്കൺ അല്ല ഹാം എടുക്കാം. ലീൻ കട്ട് പോർക്ക് ഹാം അതെടുക്കാം. അത് ഏകദേശം ഒരു 100 റുപ്പീസ് ഫോർ 100 grams. അത് 2 എടുത്തു കഴിഞ്ഞാൽ റെഡിയാവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ്, ചീസ്, ഹാം, എഗ്സ് ആൻഡ് ജ്യൂസും. സോസേജ് വേണ്ടല്ലോ, ഇത്രയും പോരെ. ഡാഡി ഉണക്കമീനിന്റെ കളക്ഷൻ കണ്ടോ ഇവിടെ? അത് കാലാണ്, മട്ടന്റെയോ പോർക്കിന്റെയോ. 99 റുപ്പീസ് ഫോർ 100 gram. കണ്ട, ഇതൊക്കെ ഒരുപാട് ഹൈ ക്വാളിറ്റി ഡ്രൈഡ് മീറ്റ്സ് ആണ്. ഇതൊക്കെ ലൈറ്റ് വരെ ഫോക്കസ് ചെയ്ത് അവര് മീറ്റ് വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ലൈറ്റ് ഫോക്കസ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ. അല്ല, അവർക്ക് ഫുഡിന് അത്ര ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ. മായവും അങ്ങനെ ഒന്നും കലർത്താൻ പറ്റില്ല, അത്ര ഇമ്പോർട്ടൻസ് ആണ്. ലൈക്ക് ഡെക്കറേഷൻ. അല്ല, അത്രയും അവര് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഫുഡിന്. ഇത് കണ്ടോ പിസ്സയുടെ? ഓ, അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ട് റൂമിലെടുത്ത് മൈക്രോവേവ് വെച്ചാൽ മതി. നല്ല എന്ത് തിൻ ക്രസ്റ്റ് നൈസ് ചീസി പിസ്സാസ് ആയിരിക്കും ഇതൊക്കെ. വാങ്ങായിരുന്നു ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ. അല്ല, നൈറ്റിലത്തേക്ക് നമ്മളിവിടെ ഇല്ലെങ്കിലോ ഇല്ല, ഒരു ദിവസം 2 ദിവസം ആയിരിക്കും. നോക്കാം. ബാ, മുട്ട നമുക്ക് അത് പൊട്ടുന്ന രീതിയാണ്, അത് വേണ്ട. നമുക്ക് ഇങ്ങനത്തെ എടുക്കാം. പാക്കറ്റോടെ ഉള്ളത് വാങ്ങാം. റേറ്റ്സ് നോക്കട്ടെ. ഇത് 10 30 60 90 80 റുപ്പീസ് 10. അപ്പോൾ ഒരെണ്ണത്തിന് 8 രൂപ വെച്ച്. ഇത് കുഴപ്പമില്ല, എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ബാ, മുട്ട ഓക്കെ. മുട്ടയുടെ യോക്ക് മാത്രമായിട്ട് വരും, വൈറ്റ് മാത്രമായിട്ട് വരും. കണ്ടോ? അത് ഓംലെറ്റ് ഉണ്ടാക്കാനായിരുന്നു. ഓംലെറ്റ് ഉണ്ടാക്കാനും പ്രോട്ടീൻ ഷേക്ക് ഇടാനും എന്തുവേണമെങ്കിലും ചെയ്യാലോ. യോക്ക് മാത്രം അറിയില്ല യൂസ് ചെയ്യും. ബേക്കിംഗിനൊക്കെ യൂസ് ചെയ്യും. അല്ല, മഞ്ഞ മാത്രം. ഡാഡി ചെയ്യോ ഫേഷ്യല് എഗ് വൈറ്റ് വെച്ച്? ഡാഡി സാൽമൺ ഫിഷ് ഒക്കെ നോക്ക്. ഫിഷിന്റെ കട്ടൊക്കെ കണ്ട? സാൽമൺ ഫിഷ് കളർ തന്നെ കണ്ട? ചെമ്മീൻ. ഓ, മീനൊക്കെ ഇതൊക്കെ 99 റുപ്പീസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 250-270 രൂപ കിലോ. 770 ഏകദേശം നാട്ടിലത്തെ റേറ്റ് തന്നെ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, വലിയ റേറ്റ് കൂടുതലല്ല. ഫിഷ് ഇവിടുന്ന് പ്രിയ ലോബ്സ്റ്റർ ഒക്കെ ഇവിടുന്ന് നേരെ പിടിച്ചു തരും. ഡാഡി, പച്ചക്കറിയുടെ സെക്ഷൻ ഞാൻ കഴിക്കാത്ത സെക്ഷൻ, പക്ഷെ ഡാഡിക്ക് അത്യാവശ്യം അറിയാം. തക്കാളിക്ക് ഇവിടെ 1 കിലോയ്ക്ക് 75 രൂപ. അല്ല സോഡയാ. 75 രൂപ. പിന്നെ ഇവിടെ കുറേ ടൈപ്പ് തക്കാളി ഉണ്ട്. ചെറി ടൊമാറ്റോസ്, വലിയ ടൊമാറ്റോസ്. ഈ തക്കാളിയൊക്കെ നോക്കണേ അടി, കളറ് ഭയങ്കര കളർഫുൾ അല്ലേ? ക്വാളിറ്റി ഭയങ്കര വ്യത്യാസം കാണും. ഭയങ്കര സ്ട്രിക്റ്റ്, അതൊന്നും അവിടെ നടക്കില്ല. ഈ ലെമൺ നോക്ക് ഡാഡി, ലെമണിന്റെ ഒക്കെ സൈസ് നോക്ക്. ക്യാപ്സിക്കം അത് ഏകദേശം 270 രൂപ കിലോ. സൈസ് നോക്ക് ക്യാപ്സിക്കത്തിന്റെ ഒക്കെ, കളർ നോക്കല്ലേ. ഓ, പിന്നെന്താ പൈനാപ്പിളിന്റെ റേറ്റ് കൂടുതൽ, കാരണം ഇവിടെ ഉണ്ടാവില്ലല്ലോ, ട്രോപ്പിക്കൽ ഫ്രൂട്ട് അല്ലേ. ഏകദേശം ഒരു 150 വരും കിലോ. ലെമൺ ഭയങ്കര സൈസ്. അതെ. ബാ, പഴത്തിന് ഭയങ്കര വിലയാടി. 1 കിലോയ്ക്ക് ഉണ്ടാക്കുന്നില്ല. ഇതിന് 270 രൂപ. ബാ, പിന്നെ ഗ്രേപ്സിന് 200 രൂപ കിലോ. സെയിം തന്നെയാണ്. ഗ്രേപ്സ് വലിയ വ്യത്യാസമില്ല. അത് ഗ്രീൻ ഗ്രേപ്സ്, പക്ഷെ നല്ല
തുടുത്തിരിക്കുന്ന ഗ്രേപ്സ്. സപ്പോട്ട അല്ല, കിവിക്ക് 300 രൂപ. കിവി നാട്ടിൽ എക്സ്പെൻസീവാ, ക്വാളിറ്റി കിട്ടില്ല. പിന്നെ ബ്രിഞ്ചോളിന് 80 റുപ്പീസ് കിലോ. ഷൈനിങ് ഭയങ്കര തിളക്കം. ബ്രിഞ്ചോളിന് 80 റുപ്പീസ് കിലോ. റഫൈഡ് ഗ്രീൻ ആപ്പിൾ, ഇത് ചീപ്പാട്ടാ. ഗ്രീൻ ആപ്പിൾ നാട്ടിൽ ഈ റേറ്റിന് കിട്ടില്ല. ആപ്പിൾ വില കുറവാണ് ഇവിടെ, 75 രൂപ. വലിയ ആപ്പിൾ നോക്ക് പറയാ. അയ്യോ, ഇത് കണ്ട ഏകദേശം 70 രൂപയുള്ളൂ കിലോ. ക്യാരറ്റിന്റെ സൈസ് നോക്കുകയാടി, അതാ ഡേർട്ടൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ക്യാരറ്റിന് 25 രൂപ കിലോ. സവാളയുടെ വില എന്താ നോക്ക് ഇവിടെ. കിഴങ്ങിന് 21 രൂപ. സവാളക്ക് എത്രയാ? കുറവാ. സവാള 13 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 30 രൂപ. അല്ല, എന്നാലും യൂറോപ്യൻ കൺട്രി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ടേ നമുക്ക് അങ്ങനെ വലിയ റേറ്റ് ഒന്നും തോന്നില്ലല്ലോ. നിങ്ങൾ ഇവിടെ നിൽക്കുക, അവിടെ കുറെ കേക്ക്സ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പോയി റേറ്റ് നോക്കിയിട്ട് വരാം. 100 ഗ്രാംസിനാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല, ഇത് വെയിറ്റ് നോക്കിയിട്ടേ പറ്റുള്ളൂ. 100 ഗ്രാംസിന് 60 രൂപ. എന്നാലും 1 കിലോ ആയാലും 600 രൂപയിലേ വരുന്നുള്ളൂ. ഇത്ര അടിപൊളി കേക്ക്സിന് എല്ലാം ഏകദേശം ആ റേറ്റ് ആട്ടാ. 20 രൂപ. 20 എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 50 രൂപ. 1 കിലോ എടുത്താലും 500 രൂപ. ഏത് ഇങ്ങനത്തെ കേക്ക്സ് എടുത്താലും. ഹൗ ചീപ്പ് ഇസ് ദാറ്റ്, ഹൗ ചീപ്പ്. കാണുമ്പോൾ തന്നെ ടേസ്റ്റിൻ്റെ ആവശ്യമില്ല. എവറിത്തിങ് വിൽ ടേസ്റ്റ് ഈവൻ ബെറ്റർ ദാൻ ഹൗ ഇറ്റ് ലുക്സ്. ആ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ്. എന്താ പറയാ, മത്തനാണ് ഒരു ടൈപ്പ്. അറിയില്ല, ഇടയ്ക്ക് വരുന്ന ക്യാബേജിനൊക്കെ ഇവിടുന്ന് 1 കിലോയ്ക്ക് 15 രൂപ. റെഡ് ക്യാബേജ് ഇതൊക്കെ എന്ത് ന്യൂട്രീഷ്യസ് ആണെന്നറിയോ? പ്രിയ പച്ചക്കറി കഴിക്കും, എന്നെ പോലെ ആവല്ലേ. ഞാൻ കുറച്ചെങ്കിലും കഴിക്കും. ഞാൻ ബെറ്റർ തന്നെയോ. വാട്ടർമെലന് റേറ്റ് കിലോയ്ക്ക് 30 രൂപ. വാട്ടർമെലൺ എത്ര നാട്ടില്? ഇവിടെ 30 രൂപ. 10-20 രൂപയൊക്കെ ഉള്ളൂ. ഉണ്ടോ? നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നത്. മിനറൽ വാട്ടർ 10 ലിറ്ററിന് ഏകദേശം ഒരു 110 രൂപ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ഓഫറാണ്. ഇത് നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെ വരുന്ന എത്ര പേർക്ക് ആവശ്യം വരും എന്നറിയില്ല. ഡൈപ്പേഴ്സ് ഏകദേശം ഒരു നല്ല ഡൈപ്പർ. അത് ഏതാണെന്ന് അറിയില്ല. ഞാൻ പാമ്പേഴ്സ് പറയാം. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം റേറ്റ് ആയിരിക്കും 729 ഫോർ ഏകദേശം ഒരു 60 എണ്ണത്തിന് എന്ന് പറയുമ്പോൾ ഏകദേശം 2000 രൂപ വരും. കൂടുതല ഡൈപ്പേഴ്സ് ഇവിടെ കൂടുതല. ഓഫർ ഉള്ളപ്പോൾ എടുക്കണം. ഇതല്ല, വേറെ ഏതോ ബ്രാൻഡാ. പക്ഷെ ഇത് ഓഫർ ഇല്ലാത്തതുകൊണ്ട്. ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾക്കും നാട്ടിലത്തെ റേറ്റ് കിട്ടും. അതെ, നമ്മുടെ ബ്രെഡ് ബിസ്ക്കറ്റ് ആ സൈഡിലേക്കൊക്കെ പോവാം. വാ, ബിസ്ക്കറ്റ് പാക്കിംഗ് കാണുമ്പോൾ തന്നെ എടുക്കാൻ തോന്നുന്നു അല്ലേ പ്രിയ? ചെറിയ ചെറിയ ബിസ്ക്കറ്റ്സ് മറ്റേ ചെറിയ ബിസ്ക്കറ്റ്, അത് 110 റുപ്പീസ്, 250 ഗ്രാം. വേണ്ട, നമ്മൾ എപ്പോൾ കഴിക്കാൻ ഇതൊക്കെ. പിന്നെ ഇങ്ങനത്തെ കുക്കീസൊക്കെ 60 രൂപ, 150 ഗ്രാംസ് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. ഏത് അതോ? പ്രിയക്ക് കഴിക്കാനാന്ന് അറിയാം, എടുക്ക്. ചെറിയ ചെറിയ ബിസ്ക്കറ്റ് അവൻ കഴിക്കുമല്ലോ. എടുക്കുന്ന ഡാഡിയും കഴിക്കും, പ്രിയയും കഴിക്കും, അതുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഇല്ലേ? ക്രോസൻസ് നമ്മൾ എടുത്തില്ലേ? അവന്റെ പേര് പറഞ്ഞു. കുഞ്ഞുണ്ടായതിനുള്ള ഒരു ഗുണം അതെ. ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര. ഓറഞ്ച് ബിസ്ക്കറ്റ് വിത്ത് അകത്ത് ഓറഞ്ച് ജാമും വെളിയിൽ ചോക്ലേറ്റും. 60 രൂപ പോലും ഇല്ല, 55 രൂപ. അങ്ങനെയല്ല, ദില്ലുന്റെ പേര് എക്സ്ക്യൂസ് പറയുന്നത്. ഐസ്ക്രീം എടുത്ത്. പിന്നെ ബിസ്ക്കറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റ് ആണ് ഡാഡി അല്ലേ? സാധാരണ ഇങ്ങനെ പപ്പടമൊന്നും കിട്ടില്ല. ഹേസൽനട്ട് വേഫേഴ്സ് പോണം. ഹേസൽനട്ട് വേഫേഴ്സിന് 20 രൂപ. വാ, ഇതൊക്കെ അന്തൂന് ഇഷ്ടമാണ് ഇങ്ങനത്തെ വാഫിൾ റോള്. അത് ഏകദേശം ഇവിടുത്തെ ഒരു 70-75 നാട്ടിൽ പോയിട്ട് അവരെ കാണണ്ടേ? അത് വിശേഷങ്ങള് പറയണ്ടേ? എന്തോരം വിശേഷങ്ങളുണ്ട് പറയാൻ. ഫ്ലൈറ്റ് മിസ്സായി, ഹാൻഡിൽ ഹാക്കായി, നമ്മുടെ യാത്ര. അത് പറ്റില്ല. ബേക്ക്ഡ് ഐറ്റംസ് അല്ലേ?
ബേക്കറി ഐറ്റംസ് ഇല്ല, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത, പക്ഷെ നമുക്ക് ബ്രെഡ് ഒക്കെ എടുക്കണം. ബ്രെഡ്സ് ഒക്കെ ഇവിടുത്തെ എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. യൂറോപ്യൻ ക്വാളിറ്റി ബ്രെഡ്സ് ഇങ്ങനത്തെ ബേക്ക്ഡ്. ആ ബ്രെഡിനൊക്കെ ഷൈനിങ് കണ്ട. ഇത് തന്നെ എടുത്തോണ്ട് പോയല്ലോ തുടക്കം തന്നെ. 2 സ്ട്രോബെറി നാളെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. വേണോ? സ്ട്രോബെറി ഷുഗർ കാണുന്നവരേക്ക് ഇവര് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. എല്ലാം ബ്രേക്ക്ഫാസ്റ്റ്. ലഞ്ച് എത്തിയിട്ടില്ല ഇതുവരെ. പ്രിയയുടെ നടു വെട്ടിയിരിക്കുകയാണ്. നടക്കുന്ന കുറെ പതുക്കിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്ത് ഈ വ്ളോഗ് എടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇത് ബ്രെഡ്. ഡാഡിക്ക് വേണോ? ഡാഡി സബ്സ്ക്രൈബേഴ്സേ കാണുന്നവരേക്കും എന്തെടുത്താലും ദില്ലു പറയും നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം. അപ്പൊ ആൾക്കാരെ ലഞ്ച് ആയിട്ടില്ല ഇത്ര നേരമായിട്ട്. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ശരിക്കും ഇവര് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും. ലഞ്ച് എത്തിയിട്ടില്ല ഇതുവരെ. അയ്യോ പ്രിയത, ഇവിടെ സിനമോൺ ഒക്കെ ഇരിക്കുന്ന നോക്ക്. ഇവരുടെ ഹോം മെയ്ഡ് സിനമൺ റോൾസ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ വേണ്ട, ഭയങ്കര ഹെവി ആയിരിക്കും. ഞാൻ ഇത് കാണിച്ചു. ഞാൻ ഇവിടെ നല്ല ഫുഡ് എടുത്തേ. പിന്നെ പ്രിയക്കപ്പോൾ ഒരു സിനമോൺ എടുത്തു. ഇത് സോസേജ് റോളാണ്. ഇങ്ങനത്തെ ബ്രെഡ് ഇവിടെ ആക്ച്വലി അധികം ആൾക്കാർ പോപ്പുലർ അല്ല. പക്ഷെ എന്നാലും ഞാൻ ഏകദേശം റേറ്റ് ഇതെത്രയാ വെയിറ്റ് എനിക്കറിയാം. 350 ഗ്രാമിന് ഏകദേശം ഒരു 55 റുപ്പീസ് ബ്രെഡ്. ഒരുപാട് ടൈപ്പ് ബ്രെഡ്സ് ഉണ്ട്. അല്ല അതൊക്കെ സാധാരണ ബ്രെഡ് തന്നെയാണ്. എത്ര വെറൈറ്റി ബേക്ക് ഫുഡിന്റെ ഹെവനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഈവൻ മിഡിൽ ഈസ്റ്റും കേട്ടോ. മിഡിൽ ഈസ്റ്റിന്റെ ബ്രെഡ്സും ഭയങ്കര ടേസ്റ്റാണ്. വേദു ഇറങ്ങിയാ? വേദു ഇറങ്ങിണ്ട്. വേദുവിടെ ക്ലീനിങ് ആ. വേദുവിന്റെ പ്രാം ടിഷ്യൂ വെച്ചാ വേദു കഴിച്ചു കഴിഞ്ഞു. കഴിച്ചു കഴിഞ്ഞാണ് ഇത്. അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ ക്ലീൻ ചെയ്യുന്നു. വേദുവിന് പിന്നെ ടിഷ്യൂ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനാ. കഴിച്ചു കഴിഞ്ഞ ഉടനെ ഇങ്ങനെ അമ്മ ടിഷ്യൂ. കുക്കീസിനൊക്കെ 100 ഗ്രാമിന് 25 രൂപ. അപ്പൊ ഇവിടെ ഫ്രഷ്ലി ബേക്ക്ഡ് ആയിരിക്കുമല്ലോ. ഞാൻ ചോക്ലേറ്റ് സംതിങ് തന്നെ എടുക്കാം. പ്രിയയാണ് പറഞ്ഞെടുക്കാൻ. പക്ഷെ പ്രിയ മിക്കവാറും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പ്രിയ പറഞ്ഞിട്ട് എടുക്കും. പക്ഷെ കഴിക്കുന്നത് ഞാനായിരിക്കും. ഇത് രസം നോക്കിക്കേ. എല്ലാവരും ഇവിടെ തന്നെ ബേക്ക് ചെയ്യുന്നതാണ്. എൻ്റെ ബാക്കിൽ നമ്മുടെ ലുലുവിലെ പോലത്തെ. ഓ ഇവിടുത്തെ കോഫി കളക്ഷൻ പ്രിയ നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും വെറൈറ്റി. ഇത് കണ്ട കോഫി. ഇത് എക്സ്പ്രസ്സോ ഒക്കെയാന്ന് തോന്നുന്നു. ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇതിനൊരു 450 റുപ്പീസ് കാണുമായിരിക്കും. ഡെസേർട്ട് കപ്പ് അതെന്തോ ഗോർമേ കോഫി. സോ അതൊക്കെ 150 ആണ്. ഏകദേശം ഒരു 250 ഗ്രാംസിന് 450 റുപ്പീസ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് കോഫീസ് ഉണ്ട്. സോ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യുവർ ലൈക്സ്. സ്റ്റാർബക്സിന്റെ കോഫി. അത് പാലും വേണ്ടേ? വേണ്ട അല്ലേ? പാലല്ലായിട്ട് വരുന്നത്. അത് നോക്കണം. ഇത് കണ്ട ഇതിനൊക്കെ സ്റ്റാർബക്സിന്റെ ഒക്കെ ഒരു 600 റുപ്പീസ് ആണ് കോഫി പൗഡേഴ്സ് സ്റ്റാർബക്സിന്റെ. ചായ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ചായപ്പൊടി ഇവിടെ കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം ടീ ബാഗ്സ് ആണ്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഗ്രീൻ ടീക്കൊക്കെ അറൌണ്ട് 90 റുപ്പീസ്. അതൊക്കെ നമ്മുടെ നാട്ടിലത്തെ സെയിം റേറ്റ് ആണ്. പക്ഷേ ഏൾ ഗ്രേ ടീ, ബ്ലൂബെറി പൈ, അസോർട്ടഡ് ഒരുപാട് ടീസ് ഉണ്ട്. ഒരുപാട് ടൈപ്പ് ടീസ്. അത് ഗ്ലാസ് അല്ല, ടീ ഇട്ട് വരുന്നത്. എന്നും പറഞ്ഞ് അതിനു വേണ്ടി ടീ കുടിക്കാം. ആ ടീ അല്ല, അത് ഗ്രീൻ ടീയാ. ഗ്രീൻ ടീ അല്ല, മറ്റേ ഏൾ ഗ്രേയോ അങ്ങനെ മിക്സഡ് ആയിരിക്കും. 8 ഗ്ലാസ് ഹോട്ട് കോൾഡ് കോഫി 90 റുപ്പീസ്. 8 ഗ്ലാസ് കോൾഡ് കോഫി 90 റുപ്പീസ്. യു ഹാവ് ടു ജസ്റ്റ് ആഡ് മിൽക്ക് ആൻഡ് ഐസ്. പ്രിയ ഹാൻഡ് വാഷേഴ്സ് ഒക്കെ അതിനൊന്നും റേറ്റ് വലിയ. ഇതൊക്കെ ഹാൻഡ് വാഷ് ആണ്, ക്രീമാണോ? ക്രീം എഴുതിണ്ടല്ലോ. എന്ത് അല്ല, ക്രീം തന്നെ ക്രീമി ആയിരിക്കും. ലിക്വിഡ് സോപ്പ് ഒക്കെയാ 100 റുപ്പീസ് ഒക്കെ വലുതിന്. കുഴപ്പമില്ല അല്ലേ? ആ വലിയ കുഴപ്പമില്ല. നല്ല മണമായിരിക്കും ഇവിടുത്തെ. എന്നാലും ഹീലിനെ തോപ്പിക്കില്ല കേട്ടാ. അതൊന്നും പറ്റില്ല. എന്നാ തൽക്കാലത്തേക്ക് പിടിച്ചോ, എറിയരുതേ, പിടിച്ചോണേ. പിന്നെ ബോഡി വാഷസ് ഒക്കെ ഇത്രയും വലുതിന് ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3-4 മാസത്തേക്ക് കാണും. ഒരു 500 റുപ്പീസ് ഒക്കെ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന ബ്രാൻഡ്സ് ഒക്കെ ഏതെങ്കിലും ഡോവിൻ്റെ മെന്നിനൊക്കെ ഒരു ബിലോ 200, അഡിഡാസിൻ്റെ ഒരു 250, 280. സോ അതൊക്കെ സാധാരണ അഫോർഡബിൾ റേറ്റ്സ് തന്നെയാണ്. പ്രിയ ഡോവിൻ്റെ
ഷവർ ജെൽ അതൊക്കെ സെയിം നാട്ടിലത്തെ റേറ്റ് ആണ്. ഇത്ര വെറൈറ്റി എനിക്ക് ഡോ ഇവിടെ ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ ബോഡി വാഷസ് ആണ്. ഈ യുക്രൈനിലെ പിന്നെ സാധനങ്ങളിലൊക്കെ കുറച്ച് ഇംഗ്ലീഷ് ഉണ്ട്. പ്രിയ ഡോവിൻ്റെ ഷാംപൂ ഒക്കെ ഇവിടെ കണ്ടീഷണറിന് വലിയ കണ്ടീഷണറിന് 400 rupees കൂടുതലല്ലേ? ഡോവിന്റെയോ? ആ പക്ഷെ അവരുടെ ഏതോ അഡ്വാൻസ് സീരീസ് ഒക്കെയാ. അത് എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയതുകൊണ്ടായിരിക്കും. ആ അല്ല സാധാരണ ഷാംപൂവിനൊക്കെ 150 rupees ഒക്കെയാ. സെയിം അല്ലേ? ഒന്നും അങ്ങനെ കമ്പാരിറ്റീവ്ലി ഹിയർ ഇറ്റ് ഈസ് ചീപ്പർ. കമ്പാരിറ്റീവ്ലി ചില ഒരു 5 രൂപ 10 രൂപ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുള്ളൂ. ഓക്കെ. കളേഴ്സ് ഹെയർ കളേഴ്സ് ഒക്കെ ഒരു എല്ലാം ബിലോ 500 കൂടുതലല്ലേ? നാട്ടിലെ ചീപ്പർ. പക്ഷെ കുറഞ്ഞതുകൊണ്ട് ഇവിടെ കണ്ട 150 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ സൈസ് ആൻഡ് ഇവിടെ കുറച്ചും കൂടെ അഡ്വാൻസ് സീരീസ് ഒക്കെ വരും. കാരണം എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ ഇങ്ങനത്തെ ഹെയർ കളറിങ് ഒക്കെ. പാത്ര സെക്ഷനിലേക്ക് പോകണ്ട, ഐക്യ അല്ല ഇത്. പിന്നെ ഇങ്ങനത്തെ വാഷിംഗ് മെഷീൻ ഇവിടെ അത്യാവശ്യമാണല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പബ്ലിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിറ്റർജൻറ്റ് വേണ്ടി വരും. സോ എനിക്ക് തോന്നുന്നു 1 ലിറ്ററിൻ്റെ ഇസ് അറൗണ്ട് 180 rupees. 18 വാഷിന് കാണും. ഏകദേശം ഒരു മാസത്തേക്ക് കാണുമല്ലോ. 180 rupees അഫോർഡബിൾ ആണ്, വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ടോയ്ലറ്റ് ക്ലീനർ, ഡോർമെക്സ് ഒക്കെ എന്തായാലും വേണ്ടി വരും. സോ അതിനൊക്കെ ഇതൊക്കെ വാങ്ങിയാൽ ഏകദേശം ഒരു 4 മാസം 3 മാസം നിൽക്കുക. ഒരു 200 rupees 260 rupees ഒക്കെ ഉള്ളൂ. ഏതാ? ആ അഫോർഡബിൾ റേറ്റ് ആണല്ലോ. ആ എയർ ഫ്രഷ്നർ ഒക്കെ 250 രൂപ. ഉദ്ദേശിക്കുന്ന മാതിരി റഷ്യ ഭയങ്കര ചിലവാണ്, യുക്രൈൻ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ ചിലർക്ക് ധാരണ. അല്ല യൂറോപ്യൻ കൺട്രീസ് പൊതുവെ എക്സ്പെൻസീവ് എന്നുള്ള ധാരണ ഉണ്ടല്ലോ. കമ്പാരിറ്റീവ് നമ്മൾ വിചാരിക്കും നാട്ടിൽ ശരിക്കും നമ്മുടെ ഇൻകം കുറവാ, സാധനത്തിന് വിലയും കൂടുതലാണ് അല്ലേ? ഇവിടെ ഇൻകം ഹൈ ആണ്, ക്വാളിറ്റി വ്യത്യാസമുണ്ട്. നല്ല ഹൈ ക്വാളിറ്റിയാണ്. അതെ. ഇത് നിങ്ങൾ ഉപയോഗിച്ച് ശീലിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരാൻ ഹോളിഡേക്ക് ആണെങ്കിലും പെർമനൻ്റ് പഠിക്കാനാണെങ്കിലും ഒക്കെ ഉപയോഗിച്ച് ശീലിച്ചോ. നമുക്കൊക്കെ ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ടോയ്ലറ്റ് പേപ്പേഴ്സ് എക്സ്പെൻസീവ് അല്ല, ഒരു 4 റോളിനൊക്കെ ഒരു 150 rupees ഒക്കെ കാണുള്ളൂ. പക്ഷേ മസ്റ്റ് വേറൊരു ഓപ്ഷൻ കാണില്ല. സോ അതിനെക്കുറിച്ച് അല്ല, അത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് ശീലിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓക്വേർഡ്നെസ് തോന്നരുത്. പിന്നെ എന്താ സാനിറ്ററി നാപ്കിൻസ്, എനിക്ക് വിസ്പറൊന്നും ഇവിടെ കാണുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു 10 പാഡിന് നൈറ്റ് പാഡ്. സോ അത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഒരു 150 rupees ഒക്കെ വരുന്നുള്ളൂ. എനിക്കറിയില്ല നാട്ടിൽ ഏകദേശം വിസ്പറിനൊക്കെ ആ റേറ്റ് തന്നെ വരുന്നുണ്ട്. 3x പവർഫുൾ എക്സ്ട്രാ ലീക്കേജ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ളത് 10 എണ്ണത്തിന് 150 rupees. സോ അതും ഓക്കെയാണ്, എല്ലാം അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഡിസ്കൗണ്ട് ഉള്ളപ്പോൾ റേറ്റ് പറയുന്നത്. ഡിസ്കൗണ്ട് ഡൈപ്പേഴ്സ് കണ്ടു, ഇത് പ്രീമിയം ആണ്. ഇതിന് 52 എണ്ണത്തിന് ഏകദേശം ഒരു 1000 രൂപ വരുന്നുള്ളൂ. ഏതു പണ്ട് ഇതൊക്കെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്, ഓർമ്മയുണ്ടോ? ഇപ്പം SCന്ന് XL ആയിട്ടുണ്ട്. എവിടെ കൊണ്ടുപോവാ? എന്തെങ്കിലും കണ്ടു കാണും. എന്താ കണ്ടേ? കവ്വോ? എന്താ കണ്ടേ? എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എന്തെങ്കിലും കണ്ടിട്ടുണ്ട്? എന്താ കണ്ടേന്ന് പറ. എന്താ മോൻ കണ്ടേ? വെറുതെ കള്ളത്തരം പറയരുത്. എന്തെങ്കിലും കണ്ടോ? സാധാരണ കാണാതെ അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ വേദു. എന്ത്? ഓഹോ, അത് ടോയ് അല്ല, അത് സിറ്റ് അല്ല, അത് അല്ല. എന്ത് പാത്രോ? 229 എന്ന് പറയുമ്പോൾ ഏകദേശം 700 rupees. നല്ലല്ലേ? എനിക്കറിയില്ല 700-ന്. പക്ഷേ the thing is it is written like this. എന്താ എഴുതിയിരിക്കുന്നത്? Wishing you many happy returns of the day. അതാ ആരുടെങ്കിലും ബർത്ത്ഡേക്ക് എപ്പോഴെങ്കിലും കൊടുക്കാലോ. എവിടെ? സ്വന്തം വീട്ടിൽ വാങ്ങാനല്ലേ? ഞാൻ ഇത് കൊള്ളാല്ലേ? അത് വലിയ ലുക്കൊന്നും ഇല്ല. ഇതാണോ ഇഷ്ടമായ? എനിക്കൊന്നും ഇഷ്ടമായില്ല. ഞാൻ ഇവിടെ റേറ്റ്സ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വന്നാ പറയാ. ഒരുവിധം എല്ലാത്തിൻ്റെ റേറ്റ്സ് ഞാൻ പറഞ്ഞു. ഐസ്ക്രീം അറിഞ്ഞില്ല. ഐസ്ക്രീമിൻ്റെ റേറ്റ്സ് അറിയാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. നിങ്ങൾ വന്ന് എന്തായാലും ഐസ്ക്രീം കഴിക്കണം. ഐസ്ക്രീം കഴിക്കുമ്പോൾ എന്നെ ഓർക്കണം. ആൻഡ് ഇങ്ങനത്തെ സൺഡേസ് ഒക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 100 rupees വരുന്നുണ്ട്. അത് കുറച്ച് കൂടുതലാണല്ലോ. ഇങ്ങനത്തെ ഒരു 100 rupees, ഫോണിനൊക്കെ ഒരു 60 rupees. അത് കുഴപ്പമില്ല. 60 ഇല്ല, 40 rupees. പിന്നെ പല റേറ്റ്സ് ഉണ്ട്. എക്സ്പെൻസീവ് ബ്രാൻഡ്സ് ആകുമ്പോൾ ഒരു 300 400 വരെയൊക്കെ പോകുന്നു. ആ സമയത്ത് ഇത് 1 ലിറ്ററിൻ്റെ ഏതോ
ബ്രൗണി വിത്ത് ചെറിയ ഐസ്ക്രീമിനൊക്കെ ഒരു 300 റുപ്പീസ്. ഇങ്ങനെയുണ്ട്, ഇത് സോസേജ് പോലെ ഇല്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ ഹോം പാക്സ് ഇങ്ങനെയാണ് വരുന്നത്. സോ അത് 2 ലിറ്ററിന് 300 രൂപ. ആൻഡ് ഇങ്ങനത്തെ ഫ്രോസൺ ഫുഡ്സ് ഒക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെ പേസ്ട്രീസ് ആണ്. പേസ്ട്രി എന്ന് പറഞ്ഞാൽ മറ്റേ പഫ്സിൻ്റെ പോലത്തെ ഒക്കെ കവർ, അതൊക്കെ ഒരു 150 റുപ്പീസ്. സോസേജസിനൊക്കെ റേറ്റ് ഞാൻ കാണിച്ചല്ലോ ഏകദേശം. എനിക്കൊന്ന് ഏകദേശം എല്ലാം ആയിട്ടുണ്ട് റേറ്റ്സ്. ഇനിയിപ്പം പ്രിയൊക്കെ അവിടെ പാത്രം നോക്കിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്യാമറയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഫുൾ ഐസ്ക്രീം ഉണ്ട്. എത്ര ടൈപ്പ് ഐസ്ക്രീംസ് ആണെന്ന് നോക്ക്. നമ്മുടെ ടി വി കാണുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര കൊതി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവർക്കും ഇന്നൊരു ഐസ്ക്രീം വാങ്ങി കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ് ആണ്. അത് അകത്ത് ചെറിയാണ്, ഡാർക്ക് ചോക്ലേറ്റ് ആൻഡ് ചെറി. ഇതിനൊരു 100 രൂപ വരും. പ്രീമിയം ആണ്. ഞാൻ റഷ്യ വെച്ച് കഴിച്ചതാണ്. പിന്നെ നൂഡിൽസ് ചോദിക്കുമല്ലോ, ഞാൻ മറ്റേ ടൈപ്പ് നൂഡിൽസ് കണ്ടില്ല. കപ്പ് നൂഡിൽസ് കുറേ കണ്ടു. നോട്ട് എക്സ്പെൻസീവ്, മേ ബി ഒരു 40 റുപ്പീസ് ഒക്കെ ഉള്ളൂ. പെട്ടെന്ന് കഴിക്കണമെങ്കിലൊക്കെ. പിന്നെ അങ്ങനെ ഫുഡ് എക്സ്പെരിമെന്റ് ചെയ്യാത്തവർക്കൊക്കെ എപ്പോഴും സേഫ് ബെറ്റ് ആണല്ലോ ഇങ്ങനത്തെ നൂഡിൽസ് ഒക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഡാഡി ഓവറോൾ? ഭയങ്കര എക്സ്പെൻസീവ് ആണോ ചീപ്പാണോ? എക്സ്പെൻസീവ് അല്ല, നല്ല ക്വാളിറ്റി നല്ലതാണ്. എക്സ്പെൻസീവ് അല്ല. ആൻഡ് നമ്മുടെ ആപ്പിൾ ജ്യൂസ് സെക്ഷൻ എങ്ങനെയുണ്ട്? അത് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അല്ലേ? ഓക്കെ, എനിക്ക് അതെ അതെ അതെ, അടിപൊളി, ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് യുക്രൈനിൽ വരാനുള്ള കുട്ടികൾക്കും അതല്ലാതെ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാനുള്ളവർക്കൊക്കെ ഏകദേശം ഈ സെയിം റേറ്റ് ആയിരിക്കും. ഇറ്റ് ബി ഹെൽപ്ഫുൾ. പിന്നെ ചിക്കന് ഞാൻ കണ്ടിരുന്നു, പക്ഷെ പറഞ്ഞില്ല. ചിക്കൻ ഏകദേശം ഒരു 200 റുപ്പീസ് 220 റുപ്പീസ് ഫുൾ ക്ലീൻഡ് ആയിട്ടുള്ള ചിക്കനൊക്കെ ആ റേറ്റാണ് വരുന്നത് പെർ കിലോ. എന്തായാലും ഇനി നമുക്ക് ലോകം മൊത്തം ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്സിൻ്റെ റേറ്റ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ പറ്റട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. പ്ലസ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു നോ നമ്മൾ നാട്ടിൽ വെച്ച് നാട്ടിലത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും ഇവിടുത്തെ ക്വാളിറ്റി നാട്ടിലത്തെ ക്വാളിറ്റിയൊക്കെ അറിയാനും ഒരു എല്ലാം അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്നോ ഇല്ലയെന്നോ അല്ല, പക്ഷെ എല്ലാം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങുവാണ്. ഇനി എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഡാഡി ബൈ. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇവിടെ അടിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് പാക്കറ്റ് പേപ്പർ, പ്ലാസ്റ്റിക്, തുണിയുടെ എടുക്കുക, ഇവിടെ വെക്കുക, അതും ബില്ലും നമ്മൾ തന്നെയാണ് എടുത്ത് പാക്കും ചെയ്യേണ്ടത്. സോ അതും കൂടെ നോക്കുക. കാർഡും ക്യാഷൊക്കെ ആക്സെപ്റ്റഡ് ആണ്. ഇതിന് മുമ്പ് ഇങ്ങനെ നല്ല കിറ്റ്കാറ്റിൻ്റെ പുതിയ ഫ്ലേവേഴ്സൊക്കെ വെച്ച് അങ്ങനെ അത് എടുക്കാതെ ഇറങ്ങും. എന്തായാലും അതും കൂടി എടുക്കട്ടെ.